അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചാൽ എന്താ നിനക്ക്? ആ പെണ്ണ് കേൾക്കും. കേട്ടാലെന്താ? നിനക്കത് പറയാം. എന്നോട് ഈയിടെയായിട്ട് അവൾ കുറച്ച് അനുഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്നോടോ? എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്, ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന പെണ്ണ്. അനുഭാവത്തിന് ചെന്നാൽ നിന്റെ തടി അലങ്കോലമാവും. എടാ ഞാൻ നിന്നെ പോലെ തുക്കട പ്രീഡിഗ്രിക്കാരനല്ല. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ? പിന്നെ ഇപ്പോഴത്തെ ജോലി ശകലം മോശമാ, അത് നേരാ. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. അവളുടെ അച്ഛനോട് പറയും എനിക്ക് ഇയാളെ തന്നെ മതിയെന്ന്. അവള് ജയിച്ചു കഴിയുമ്പം ഞങ്ങൾ മനോഹരമായ ഒരു നേഴ്സിംഗ് ഹോം കിട്ടും. പിന്നെ ഞാൻ ഒരു വിലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ. അപ്പൊ വല്ല ക്യാൻസറോ കുഷ്ടോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ നിന്നെതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കാശ് എന്നില്ലെങ്കിൽ ആ ക്യാൻസറോട് കൂടി അപ്പ ഗേറ്റോട്ടടിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ, അവനെ ഞാൻ ശരിക്ക് പോയെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ, അവരോട് കളിച്ചാൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. നമുക്ക് നോക്കാം. അടയാർ പാർക്ക്. ചിലപ്പോ നമ്മുടെ ഭാഗ്യം ഈ പെട്ടിക്കകത്തായിരിക്കും. ആദ്യം നമുക്ക് ഈ വേഷം ഒന്ന് കളയാം. 100-200 രൂപ ഇങ്ങനെയും കളഞ്ഞു. Good morning, sir. Can I help you? Help? No, yes. See, we need a suite. Yes. Before that, will you please direct us to the toilet? Sure. That way, sir. That way. Thank you. Thank you. Yes. Come in. അവരെത്തിക്കഴിഞ്ഞു. ആര്? അറബി വേഷക്കാർ, സിഐഡികൾ. എവിടെ? അവിടെ റിസപ്ഷനിൽ. അവര് നിങ്ങളെ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെ എന്തിനു ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണോ? അവർ നമ്മുടെ താവളം അന്വേഷിച്ചെത്തുകാരെ അറിയിക്കണ്ടേ? വേണ്ട. ഇപ്പൊ ഞാൻ പിടിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളാണ്. Get out. പിടിക്കപ്പെട്ടാൽ അനന്തൻ നമ്പ്യാരെന്നുള്ള പേര് ശബ്ദിച്ചു പോരും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ CID-മാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. യെസ് സർ. Go away and save me. നീ കഥടയ്ക്ക്. ഓ, രൂപ തന്നെയല്ലേ? മഞ്ഞ തുണി. ഇല്ലേ? അയ്യോ, രൂപയൊന്നുമില്ല. ഇതെന്തോന്ന്? വല്ല വിഷമാണെന്ന് നോക്ക്. കലക്കി കുടിച്ചങ്ങ് ചത്ത് കളയാം. എന്തോന്ന്? ഉപ്പാ? അതെ, നമ്മൾ കടലിൽ ഉപ്പ് വെള്ളത്തിൽ നീന്തുന്ന കണ്ടപ്പോ അവന്മാര് വിചാരിച്ചു കാണും നമുക്ക് ഉപ്പ് വലിയ ഇഷ്ടമായിരിക്കുമെന്ന്. കുറച്ച് തിന്നാ. ആദ്യം നീ തിന്നു. എനിക്ക് ദേഷ്യം വന്നിട്ടില്ല, ഞാൻ വല്ലതും ചെയ്തു. ഓ, ഇത് മയക്കുമരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. മയക്കുമരുന്നു? നിന്നെ എന്നെ മയക്കിയിട്ട് അവന്മാർക്ക് എന്താ നേട്ടം? നീ ഒന്ന് ചിലക്കാതിരിക്കുന്നുണ്ടോ? ഇതോടെ നമ്മുടെ കച്ചവടം തീരും. ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കും. വിലപിടിപ്പുള്ള വല്ല മരുന്നുവാണേൽ നമുക്കിതങ്ങ് വിൽക്കാം. നല്ലത്. പെട്ടിയും തുറന്നു വെച്ച് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് വിളിച്ചു പറയാം, മയക്കുമരുന്ന് വിൽക്കാനുണ്ട്, ഓടി വരൂ എന്ന്. നേരെ തൂക്കിയെടുത്ത് ഓടിട്ട കെട്ടിടത്തിനകത്ത് കൊണ്ടിരുത്തും. അത് തന്നെ നല്ലത്. ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല. നിരപരാധിത്വം തുറന്നു പറഞ്ഞ് നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം. അതാ നല്ലത്. അയ്യോ, come in. What the hell are you doing inside? What do you like to do? We just My always open yes, sorry. Idiot. അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്?
ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ? എന്താ വിശേഷം? അത് സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു അറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്. നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ചാ പോരെ? ഒന്ന് ശശി സാറിനോട് പറയോ? അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയില്ല? ഭരണി സ്റ്റുഡിയോയില്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനെന്ന് തോന്നുന്നില്ല. അസീസുമായി ഒരു മൽപ്പിടുത്തം നടത്തി. ആ മൂവ്മെന്റ് ഒന്നുകൂടെ സ്ലോ ചെയ്യണം. ഞാൻ ടൈറ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ക്യാമറ ജയറാം ട്രോൾ ഞാൻ പറയാം. ശരി സർ. സോമൻ, ഞാൻ സൂം ബാക്ക് ചെയ്യും. സാർ, ജയറാം ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പോൾ വൈഡ് ചെയ്യണം. ഓക്കെ സാർ. സാർ, ഞാൻ വീട്ടിൽ പോയിരുന്നു. സോമൻ, ഒരു റിഹേഴ്സൽ ഞാൻ വേണമെന്നില്ല. വിൽ ഗോ ഫോർ ടേക്ക്. സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്ത് വേണം? അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്. അങ്ങോട്ട് മാറി. ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. അഭിനയിച്ചോ? എന്ത് റോളാണ് സാർ? സച്ചി, സാർ, നോക്കാം. ഒന്ന് മാറോ സാർ. പുതുമുഖങ്ങളെ അവഗണിക്കരുത്. എന്താ ഇത്? വരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. ഗായത്രിയിൽ വരുമ്പോ സോമേട്ടൻ ഒരു പുതുമുഖമായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്ക് സാർ. സമ്മതിച്ചു. ഞങ്ങൾ ഒന്ന് എടുത്തോട്ട്. നമുക്ക് നോക്കാം. ശരി, എടുക്കാം. ജയറാം സ്റ്റാർട്ട്. ആക്ഷൻ. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകൻ. എന്താ ഇത്? പിടി മാറ്റ്. തോക്ക്, തോക്ക്. സാർ, 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 മതിയായി സാർ, മതിയായി. എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ്. ആരെ വെടിവെക്കാൻ? എന്നെ തന്നെ. സൈഡിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി. ഇത്രയും കാലം ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ. വർഗീസേ, ഈ ഒരവസ്ഥയെ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ